യേശു പറഞ്ഞ 10 കന്യകമാരുടെ ഉപമ, ദ പാരബിൾ ഓഫ് ദ 10 വെർജിൻസ്. ഇത് യേശുവിന്റെ രണ്ടാം വരവിനായുള്ള ഒരുക്കത്തെക്കുറിച്ചും ജാഗ്രതയെക്കുറിച്ചുമുള്ള ഒരു പ്രധാന ഉപമയാണ്. ഉപമ കഥ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കാൻ വിളക്കുമെടുത്ത് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാണ്. 1. 5 ബുദ്ധിയുള്ളവർ. ഇവർ തങ്ങളുടെ വിളക്കുകളോടൊപ്പം അധിക എണ്ണയും കരുതിയിരുന്നു. 2. 5 ബുദ്ധിയില്ലാത്തവർ. ഇവർ വിളക്കുകൾ മാത്രമെടുത്തു, അധിക എണ്ണ കരുതിയില്ല. മണവാളൻ വരുവാൻ താമസിച്ചതുകൊണ്ട് എല്ലാവരും മയങ്ങിയുറങ്ങിപ്പോയി. അർദ്ധരാത്രിയിൽ, ഇതാ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കാൻ പുറപ്പെടുവിൻ എന്നൊരു നിലവിളിയുണ്ടായി. അപ്പോൾ എല്ലാ കന്യകമാരും ഉണർന്ന് തങ്ങളുടെ വിളക്കുകൾ തെളിയിച്ചു. ബുദ്ധിയില്ലാത്തവർ. ഇവരുടെ വിളക്കുകൾ കെട്ടുപോകാൻ തുടങ്ങിയപ്പോൾ ബുദ്ധിയുള്ളവരോട് എണ്ണ കടം ചോദിച്ചു. ബുദ്ധിയുള്ളവർ. എന്നാൽ ബുദ്ധിയുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും, നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ എണ്ണ വാങ്ങാൻ പോയ തക്കം നോക്കി മണവാളനെത്തി. ഒരുങ്ങിയിരുന്നവർ അവനോടൊപ്പം കല്യാണ വിരുന്നിന് പ്രവേശിച്ചു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. പിന്നീട് മറ്റേ കന്യകമാർ വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരയണമേ എന്ന് പറഞ്ഞു. എന്നാൽ അവൻ മറുപടി പറഞ്ഞു, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ബൈബിൾ വാക്യം. അവർ വാങ്ങാൻ പോകുമ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി കല്യാണ വിരുന്നിൽ കടന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. പിന്നത്തേതിൽ മറ്റു കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരയണമേ എന്ന് പറഞ്ഞു. അതിനവൻ, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ, ആ നാളോ നാഴികയോ നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഈ ഉപമയുടെ സാരം: ഒരുക്കവും ജാഗ്രതയും. യേശുവിന്റെ രണ്ടാം വരവിനായി നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ആ സമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. വ്യക്തിപരമായ ഉത്തരവാദിത്തം. രക്ഷ എന്നത് വ്യക്തിപരമായ കാര്യമാണ്. മറ്റൊരാളിൽ നിന്ന് നമുക്കത് കടം വാങ്ങാൻ കഴിയില്ല. ഓരോരുത്തരും അവരവരുടെ ആത്മാവിനെ ഒരുക്കേണ്ടതുണ്ട്. സമയത്തിന്റെ പ്രാധാന്യം. അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. വിശ്വാസവും പ്രവൃത്തിയും. എണ്ണ വിശ്വാസത്തെയും വിളക്ക് നമ്മുടെ സാക്ഷ്യത്തെയും ജ്വലിക്കുന്ന വിളക്ക് വിശ്വാസത്തിലെ പ്രവൃത്തിയെയും സൂചിപ്പിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്.